എന്ത് വിവാദമുണ്ടായാലും വിഴിഞ്ഞം പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വിവാദങ്ങൾ മൂലം കേരളത്തിലെ ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്ന ലത്തീൻ അതിരൂപതയെ അനുനയിപ്പിക്കാൻ സർക്കാർ ശ്രമം ആരംഭിച്ചു. കേരളത്തിലല്ലെങ്കിൽ വിഴിഞ്ഞം പദ്ധതി 25 വർഷം മുമ്പേ യാഥാർത്ഥ്യമാകുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി എന്ത് വിവാദമുണ്ടായാലും പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നും വ്യക്തമാക്കി. വിഴിഞ്ഞം കേരളത്തിന്റെ ഒരു സ്വപ്നമാണ്. വിവാദങ്ങൾ കൊണ്ട് ഇതുപോലുള്ള പ്രോജക്ട്സ് കേരളത്തിന് നഷ്ടപ്പെടരുത് എന്ന വ്യക്തമായ ബോധ്യത്തോടുകൂടി മുമ്പോട്ട് തന്നെ പോകാൻ തീരുമാനിച്ച് ഇന്നിപ്പോൾ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വിഴിഞ്ഞം കേരളത്തിലല്ലായിരുന്നെങ്കിൽ ഒരു 25 കൊല്ലം മുമ്പ് യാഥാർത്ഥ്യമായിരുന്നു. ഇതിനിടെ പദ്ധതി നടപ്പാക്കുന്നത് മൂലം മത്സ്യത്തൊഴിലാളികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുനരധിവാസ പാക്കേജ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിക്കുന്ന ലത്തീൻ അതിരൂപതയെ അനുനയിപ്പിക്കാൻ സർക്കാർ ശ്രമങ്ങൾ ആരംഭിച്ചു. ഇതിന്റെ ആദ്യപടിയായി ചീഫ് സെക്രട്ടറി ജിജി തോംസൺ ആർച്ച് ബിഷപ്പ് സൂസപാക്യവുമായി കൂടിക്കാഴ്ച നടത്തി. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞെങ്കിലും സർക്കാരിൽ നിന്ന് ഔദ്യോഗിക ഉറപ്പ് ലഭിക്കാത്തത് മൂലം പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് ലത്തീൻ അതിരൂപത വ്യക്തമാക്കി. അദ്ദേഹം ഈ വിഷയം വേണ്ടത്ര പഠിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഒരു ഔദ്യോഗികമായ കൂടിക്കാഴ്ചയ്ക്കോ ചർച്ചയ്ക്കോ അല്ല വന്നത്. ഈ സംഘാടക സമിതി അതുകൊണ്ട് നേരത്തെ നിശ്ചയിച്ചിരുന്നത് പോലെ 17-ാം തീയതി സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിക്കാനായിട്ട് നിശ്ചയിച്ചാണ് പിരിഞ്ഞത്. പദ്ധതിയുടെ കരാറൊപ്പിടുന്ന ദിവസവും തറക്കല്ലിടുന്ന ദിവസവും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് അതിരൂപത തീരുമാനിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.